നമസ്കാരം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇറാനെ എപ്പോൾ ആക്രമിക്കും എന്നതിനെക്കുറിച്ച് സമയവും തീയതിയും അതുപോലെ തന്നെ ആക്രമണത്തിന്റെ സ്വഭാവവും ഒക്കെ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് അമേരിക്കയാണ്, അല്ലെങ്കിൽ ഇസ്രായേലാണ്. ആ പതിവിന് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇറാനാണ്. 48 മണിക്കൂർ സമയം അമേരിക്കക്ക് നൽകും. അതിനകം ഹോർമൂസിലെ ഉപരോധം പിൻവലിക്കണം എന്നതാണ് ഇറാൻ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം. അതായത് ബോംബിടുന്നതിന് തുല്യമാണ് ഈ ഉപരോധം. ഒരിക്കലും ഈ ഉപരോധം സഹിക്കാൻ കഴിയില്ല. ഉപരോധം തുടരുകയാണെങ്കിൽ അത് കരാർ ലംഘനമായി കണക്കാക്കും. വെടിനിർത്തൽ അവസാനിപ്പിക്കും, ആദ്യ വെടി ഞങ്ങൾ പൊട്ടിക്കും എന്നതായിരുന്നു ഇറാൻ പറഞ്ഞത്. എന്തായാലും 48 മണിക്കൂർ കാത്തിരുന്നില്ല ഇറാൻ. അതിനു മുമ്പ് തന്നെ വെടിവഴിപാട് നടത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കുവൈത്തിൽ ഉഗ്ര സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. അമേരിക്കൻ ബേസുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. കുവൈത്ത് ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇറാനെ അനുകൂലിക്കുന്ന സംഘങ്ങൾ ഇറാഖിൽ നിന്നാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് കുവൈത്തിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അടി കൊണ്ട ഉടനെ തന്നെ ചർച്ചയ്ക്കൊരു കളമൊരുങ്ങി എന്ന വാർത്തയും പുറത്തു വരുന്നു. അമേരിക്കയുമായി ഇനി ചർച്ചയ്ക്കില്ല, ഉപരോധം അവസാനിപ്പിക്കാതെ എന്ന നിലപാടായിരുന്നു ഇറാൻ ഇതുവരെ സ്വീകരിച്ചത്. ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് വെടി പൊട്ടിക്കും എന്നും ഇറാൻ പറഞ്ഞു. വെടി പൊട്ടിച്ച ഉടനെ തന്നെ ഇപ്പോൾ ഇറാൻ സംഘം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് അമേരിക്കയുമായി നേരിട്ട് ചർച്ച ചെയ്യാനല്ല, ട്രംപിന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇറാന്റെ പ്രതിനിധികളുമായി നേരിട്ട് സംസാരിക്കാനാണ് ഇപ്പോൾ ഇറാൻ സംഘം ഇസ്ലാമാബാദിലേക്ക് പോകുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് ഒരു ആക്രമണം നടന്നു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇറാനിലെ എയർ ഡിഫൻസ് സിസ്റ്റം അത് വലിയ അപായ സൈറൻ മുഴക്കി. അത് ഒരു ആക്രമണം നടന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന വാർത്തയാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്നലെ കൊടുത്തത്. എന്തായാലും ഇവിടെ അത്തരത്തിലൊരു വാർത്ത പ്രചരിച്ച ഉടനെ തന്നെ ചില ആളുകൾ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തി എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ്. അതായത് നേരത്തെ ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ നശിപ്പിക്കും, ഞങ്ങൾ ചുട്ടരിക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞിരുന്ന ആളുകളാണ് ഞങ്ങൾ അനങ്ങിയിട്ടേ ഇല്ല, ഞങ്ങൾ ഒരു വെടി പോലും പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇറാന് മുന്നിൽ സറണ്ടർ ആകുന്ന കാഴ്ച നമുക്ക് കാണാനായത്. അതായത് ഇസ്രായേലാണ് ഞങ്ങൾ ആക്രമിച്ചിട്ടേ ഇല്ല, ഞങ്ങൾക്ക് അവിടെ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഇവിടെ അമേരിക്ക അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു, കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇനി ഉപരോധം അത് വിലപ്പോകില്ല എന്ന കാര്യം അമേരിക്കക്ക് മനസ്സിലായി. ചർച്ച നടത്തി തലയൂരുന്നതിന് വേണ്ടി പാകിസ്ഥാനെ ഉപയോഗിച്ച് പരമാവധി ഇറാന് മുന്നിൽ ഇവിടെ എല്ലാ നിലക്കും താണുവീണ് കേണപേക്ഷിക്കുന്ന, അതായത് പാകിസ്ഥാൻ വഴി ഇറാന് മുന്നിൽ മാപ്പപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായി. ആദ്യത്തെ ടോള് കിട്ടിബോധിച്ചു എന്നൊരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അമേരിക്ക കൊണ്ടുവന്ന ഉപരോധം, ഈ ഉപരോധത്തെ മറികടന്ന് 34ഓളം ചരക്ക് കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് എത്തി, ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് എത്തി എന്നൊരു വാർത്ത. ഇതൊക്കെ അമേരിക്കക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അമേരിക്ക ഇറാനിലേക്ക് പോകുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ ശക്തമായ നീക്കങ്ങളാണ് ഇറാന്റെ കൊതുകുപട ഹോർമൂസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 കപ്പലുകൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ കൂടെ ഇറാൻ പിടിച്ചെടുത്തു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടിയപ്പോൾ 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കുവൈത്തിൽ വെടിവഴിപാട് ഇറാൻ നടത്തിയപ്പോൾ വീണ്ടും ചർച്ച എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ട്രംപ് പറഞ്ഞത് ഈ ഞായറാഴ്ചയോടുകൂടെ ഇറാനെ ആക്രമിക്കും, സമയം അവസാനിച്ചു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇസ്രായേലിനോട് പൂർണ്ണമായും സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശമൊക്കെ ട്രംപ് കൊടുത്തിരുന്നു. എന്തായാലും അതൊക്കെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. അതൊന്നും ഇപ്പോൾ എവിടെയും പറഞ്ഞതായി എവിടെയും ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഇപ്പോൾ ഇറാൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വെടിവഴിപാട് നടന്നതോടുകൂടെ ചർച്ച എന്നൊരവസ്ഥയിലേക്ക് ട്രംപ് പോയിരിക്കുന്നു. അക്കാര്യം ട്രംപ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഇറാന് മുന്നിൽ താണു വീണ് കേണപേക്ഷിച്ചതിന്റെ ഭാഗമായി ഇസ്ലാമാബാദിലേക്ക് ഇറാൻ സംഘം പുറപ്പെട്ടു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.